കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി ജീവനൊടുക്കി ബംഗളൂരുവിൽ ED റെയ്ഡിനിടെയാണ് മരിച്ചത്. സ്വയം വെടിവെച്ചാണ് മരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ED പരിശോധന തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീജിത്ത് നായർ ചേരുന്നു. ശ്രീജിത്ത്, വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും റിയൽ എസ്റ്റേറ്റിലെ ഒരു പ്രമുഖ വ്യവസായിയാണ് CJ റോയി. എന്താണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? അമ്പിളി, വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. വ്യവസായ ലോകത്തെ പ്രമുഖനായ ഒരു വ്യക്തിത്വമായിരുന്നു CJ റോയി. അദ്ദേഹം ഇപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസായ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് അശോക നഗറിലാണ് ബാംഗ്ലൂരിൽ ആ ഓഫീസുള്ളത്. ആസ്ഥാനത്ത് വെച്ചാണ് സ്വന്തം തോക്ക് ഉപയോഗിച്ച് തലയ്ക്ക് വെടിവെച്ച് മരിച്ചത്. അദ്ദേഹം ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇവിടെ ശ്രീനാരായണ ഹൃദയാലയത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഈ വെടിയേറ്റ് ഒച്ച ശബ്ദം കേട്ട് എത്തിയ ജീവനക്കാർ കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. 57 വയസ്സുണ്ട് CJ റോയിക്ക്. നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പ്രമുഖനായ ഒരു ബിൽഡറാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖനായ ബിൽഡറാണ്. ഇന്ത്യയിലുടനീളം വ്യവസായങ്ങൾ നടത്തുന്നുണ്ട്. സിനിമകൾ ധാരാളമായി നിർവഹിച്ചിരുന്നു. അങ്ങനെ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലും സിനിമാ മേഖലകളിലും ഒക്കെ തന്നെ പണം മുടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അറിയുന്ന ഒരു വിവരം അനുസരിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ, അത് ED-യുമായി ബന്ധപ്പെട്ടതും IT-യുമായി ബന്ധപ്പെട്ടതൊന്നും ഇപ്പോൾ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നുണ്ടെങ്കിലും ED-യുടെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ആവശ്യപ്പെടുകയും ചില പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരമൊരു ആത്മഹത്യ എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചില്ല. പക്ഷേ ഇപ്പോൾ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ചില ജീവനക്കാർ നൽകിയിരിക്കുന്ന മൊഴികൾ അനുസരിച്ചാണ് ED-യുമായി ബന്ധപ്പെട്ട ചില പരിശോധന അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ അറിയുന്നത്. എന്തായാലും ബംഗളൂരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പരിശോധനകൾ നടത്തുകയും ഈ വെക്കാൻ ഉപയോഗിച്ച തോക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചി സ്വദേശിയാണ് CJ റോയ്. അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രധാനമായും ഇപ്പം ബംഗളൂരു കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ കുറെ കാലമായി അദ്ദേഹം വിവിധ ബിസിനസ്സുകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വിദേശത്തുൾപ്പെടെ ബിസിനസ്സുകളുണ്ട്. ആ ഒരു ബിസിനസ് കേന്ദ്രമായി ഇരിക്കുന്ന ബംഗളൂരു ആസ്ഥാനമായാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. ദുബായിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളുള്ള ഒരു പ്രമുഖനായ നേതാവാണ്. പ്രമുഖനായ വ്യവസായിയാണ്. വലിയ രീതിയിലുള്ള വൈവിധ്യങ്ങൾ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റിന് പുറമെ വിനോദം, വിദ്യാഭ്യാസം, വ്യോമയാനം തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ അദ്ദേഹം മുടക്കിയിട്ടുണ്ട്. പല രീതിയിലുള്ള തിരിച്ചുവരവുകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കാരണം ബിസിനസ്സിൽ അടിക്കടി ഉണ്ടാകുന്ന ചില തിരിച്ചടികളെ കുറിച്ച് പോലും വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു വാർത്ത ഉണ്ടാകുന്നത്. നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ബംഗളൂരു അദ്ദേഹത്തിന്റെ മരണം, അല്ലെങ്കിൽ സ്വയം വെടിവെച്ച് അദ്ദേഹം ഇപ്പോൾ മരണത്തിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ശ്രീനാരായണ ഹൃദയാലയത്തിലാണ് ഉള്ളത്, അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ED ഓഫീസ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയതെന്ന് കരുതുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് 57 വയസ്സായിരുന്നു. അമ്പിളി. ശരി, കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി ജീവനൊടുക്കി. വളരെ അപ്രതീക്ഷിതമായൊരു വിയോഗമാണ്. ബംഗളൂരുവിൽ ED റെയ്ഡിനിടെയാണ് മരിച്ചത്. സ്വയം വെടിവെച്ചാണ് മരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ED പരിശോധന തുടരുകയാണ്. അങ്ങനെ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയാണ് സ്വയം വെടിവെച്ച് മരിച്ചു. അപ്രതീക്ഷിതമായ വിയോഗം. ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു വ്യവസായി കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന, പ്രത്യേകിച്ച് വ്യവസായിക ലോകത്ത് വളരെ ഞെട്ടിക്കുന്ന ഒരു അപ്രതീക്ഷിതമായ വിയോഗം തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് നായർ.